ഹലോ എവ്രി വൺ. അങ്ങനെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് ഞാനും ചേട്ടനും വസുവും കൂടി ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഈ പ്രാവശ്യം നാട്ടിൽ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഒരു സമ്മർ എസ്കേപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. സോ വി ആർ ഗോയിങ് ടു എ ഹിൽ സ്റ്റേഷൻ. Shall we start? Yes. വാഗമണിലേക്കാണ് ഞങ്ങൾ ഇപ്രാവശ്യം 1 ഡേ സ്റ്റേക്കേഷന് വേണ്ടിയിട്ട് പോയത്. പോകുന്ന വഴിയിൽ വസു ഉറങ്ങിയത് കാരണം അവന് ചുറ്റുമുള്ള കാഴ്ചകളും ടീ പ്ലാന്റേഷനും ഒന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ഇടയ്ക്ക് വ്യൂ പോയിൻറ്റ്സിലെല്ലാം ഇറങ്ങി ഫോട്ടോ എടുക്കാൻ നേരത്തെ ആൾ ഭയങ്കര ആക്റ്റീവും സ്മാർട്ടും എല്ലായിരുന്നു. ലൊക്കേഷൻ ഹെയിൽ വാഗമൺ ആണ്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ലൊക്കേഷൻ അവൈലബിൾ ആണ്. എല്ലായിടത്തെയും പോലെ 2 o'clock ചെക്ക് ഇൻ. പിറ്റേ ദിവസം മോർണിംഗ് 11 o'clock ചെക്ക് ഔട്ട്. പക്ഷേ ഞങ്ങൾ അവിടെ ഒരു 11:30 12 o'clock ആയപ്പോൾ തന്നെ റീച്ചായി. എന്നിട്ട് നേരെ ലഗേജസുമായിട്ട് റൂമിലേക്ക് പോയി. റൂം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, ക്ലീൻ ആയിരുന്നു, വളരെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് റൂമായിരുന്നു. ആക്ച്വലി ഞാൻ ഹെയിൽ വാഗമൺ എന്നുള്ള പേജ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് അതിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസും പോസ്റ്റ്സും എല്ലാം നോക്കിയിട്ടാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത്. യൂഷ്വലി ഞാൻ അങ്ങനെ തന്നെയാണ് എല്ലാ സ്റ്റേക്കേഷനും എല്ലാ റിസോർട്ട്സും ബുക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ അതിലെങ്ങനെ കണ്ടോ അതേപോലത്തെ എക്സാക്ട്ലി സെയിം ആയിരുന്നു റൂംസും അവിടുത്തെ സറൗണ്ടിങ്സും എല്ലാം. സാധാരണ ഞങ്ങൾ സ്റ്റേക്കേഷന് പോകുമ്പോൾ 2 PM ചെക്ക് ഇൻ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഉച്ചത്തെ ഫുഡ് പുറത്തുനിന്ന് എവിടെന്നെങ്കിലും കഴിച്ചിട്ടാണ് ഞങ്ങളുടെ റിസോർട്ടിലേക്ക് പോകുന്നത്. പക്ഷേ അന്ന് ഗുഡ് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഒരു ഷോപ്പും ഓപ്പൺ അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ റിസോർട്ട് എത്തുന്നതിന് മുന്നേ വരെയുള്ള എല്ലാ ഷോപ്പും നോക്കി, പക്ഷേ എങ്ങും ഫുഡ് അവൈലബിൾ അല്ല. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെ GM വിളിച്ച് ഞങ്ങളുടെ കാര്യം പറഞ്ഞു, ഫുഡ് അവൈലബിൾ അല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ വി വിൽ ട്രൈ മാഡം, ഞങ്ങൾ ഫുഡ് റെഡിയാക്കാൻ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ അവരുടെ ഷെഫില്ല എന്ന് പറഞ്ഞു, സ്റ്റാഫ്സ് കുറവാണ്. അപ്പോൾ ഓക്കെ ഫുഡായിരിക്കും, എന്നാലും കുഴപ്പമില്ല, ഉച്ചത്തേക്ക് വസുവിനും കൊടുക്കണമല്ലോ. അപ്പം ഞങ്ങൾക്ക് 3 പേർക്ക് ഫുഡ് റെഡിയാക്കി തരാമെന്ന് പുള്ളി അഷ്വർ ചെയ്തു. ഞങ്ങൾ ഈ ആവശ്യം 12 o'clock പറയുമ്പോഴാണ് അവർ ആ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത് തന്നെ. അപ്പം ഓൾമോസ്റ്റ് ഒരു 1 o'clock ആകുമ്പോൾ കിട്ടും എന്ന് പറഞ്ഞു. 1 hour ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ ഞങ്ങൾ ആ ടൈം ആ സറൗണ്ടിങ്സ് എല്ലാം കാണാൻ പോയി. അവിടെ പാർക്ക് ഏരിയ ഉണ്ട്, വസുവിന് ഓടി നടന്ന് കാണാനും കളിക്കാനും പറ്റിയ ഒരുപാട് ഏരിയ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വസുവിനെ അവൻ്റെ വഴിക്ക് വിട്ടു, അവനെ എൻജോയ് ചെയ്യാൻ വിട്ടു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ കളിച്ച് നിന്ന സമയത്തേക്കും ഫുഡ് റെഡിയായി എന്ന് പറഞ്ഞു. അവിടുന്ന് കോൾ വന്നു. ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്ക് വസുവിനെയും കൂട്ടി പോയി. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടത് ഒരു ഓക്കെ ഫുഡല്ലായിരുന്നു. ആക്ച്വലി അതൊരു ഫീസ്റ്റ് തന്നെയായിരുന്നു. നമ്മുടെ മെനു അല്ലേ? വസുവിന് അവിയൽ വേണോ? വസുവിന് ഇഞ്ചി വേണോ? ഇഞ്ചി വേണോ പറയാൻ. വസുവിന് പപ്പടം വേണം. എത്ര പപ്പടം വേണം? 1 മതിയോ? കടുമാങ്ങ വേണം. അങ്ങനെ ചോറും 8 കൂട്ടം കറികളും പപ്പടവും എങ്ങനെ അവർ 1 hourനുള്ളിൽ റെഡിയാക്കിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അതും ഷെഫ് പോലും ഇല്ല. ബട്ട് ഇറ്റ് ടേസ്റ്റ് സോ യം. ഭയങ്കര ടേസ്റ്റായിരുന്നു. അതിൽ തന്നെ ഒരു ഉള്ളിത്തീയൽ എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനും ചേട്ടനും വസുവും വിശന്നിരുന്നിട്ട് ഫുഡ് കിട്ടില്ല, അല്ലെങ്കിൽ ഓക്കെ ഫുഡായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര നല്ലൊരു ഫുഡ് കഴിച്ച ഒരു ഫീലായിരുന്നു ഞങ്ങൾക്കന്ന്. അങ്ങനെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു വയറും മനസ്സുമായിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു. വസു ഒട്ടും റെസ്റ്റ് ചെയ്തില്ല. വസു ഫുൾ ഓൺ ആയിരുന്നു. ഫുഡും കൂടെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഫുൾ ചാർജ് ആയതുപോലെയായിരുന്നു. പക്ഷേ ഞാനും ചേട്ടനും കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ഒരു 3:30 4 o'clock ആയപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട വ്യൂ ആണിത്. ഭയങ്കര റിലാക്സിങ്ങും കാമുമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ്. ഫുൾ കോട നിറഞ്ഞ്. പിന്നെ കുറേ നേരം ഞങ്ങൾ അത് കണ്ട് അവിടെ തന്നെ നിൽക്കുമായിരുന്നു.
ഞങ്ങളങ്ങനെ വൈകുന്നേരം ചായ കുടിച്ച് സ്നാക്സ് എല്ലാം കഴിച്ച് ദൂരെ മലനിരകൾ നോക്കി, അവിടെ വന്നു പോയി നിൽക്കുന്ന കോട നോക്കി, ഇടയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്ന സൂര്യപ്രകാശം നോക്കി ഭയങ്കര കാവ്യാത്മകമായൊക്കെ സംസാരിച്ച് ആക്ച്വലി വി വേർ സ്പെൻഡിങ് അവർ ക്വാളിറ്റി ടൈം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അങ്ങനെ ചായ കുടിച്ച് പീസ്ഫുള്ളായിട്ടിരിക്കും. ഇതിനിടയിൽ ഞങ്ങളുടെ വസു പീസ്ഫുള്ളായിട്ട് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ വസു ആവശ്യപ്പെട്ടത് വസുവിന് കടലിൽ പോകണം എന്നായിരുന്നു. ലാസ്റ്റ് ടൈം ഞങ്ങൾ പോയത് വർക്കലായതുകൊണ്ട് തന്നെ വെള്ളമുള്ള എല്ലാ ഏരിയയും വസുവിന് കടലായിരുന്നു. പിന്നെ ഞങ്ങൾ പൂളിലിറക്കിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇത് പൂളാണെന്ന്. ഇപ്പം ആൾ കറക്റ്റ് അത് പൂളെന്ന് തന്നെയാണ് പറയുന്നത്. ആളിന് പൂൾ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ്റെ കൂടെ പൂളിലിറങ്ങി എൻജോയ് ചെയ്യുന്നത് വസുവിന് വേറൊരു വൈബാണ്. ഒന്നുകൂടി അങ്ങനെ ചെയ്താണ്. അല്ല, വസുവിന്റെ എക്സ്പ്രഷൻ എടുക്ക്. വസു അതെ വെള്ളത്തിൽ ഇറങ്ങാം. വരാന്ന്. അന്നൊരു ഫുൾ മൂൺ ഡേ കൂടി ആയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. ബാൽക്കണിയിലിരുന്ന് ഫുൾ മൂൺ നോക്കി, ആ സ്റ്റാർസ് നോക്കി, ദൂരെ ലൈറ്റ്സും ആ മൗണ്ടെയ്ൻസും എല്ലാം നോക്കി അങ്ങനെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല എന്ന് വേണം സത്യത്തിൽ പറയാൻ. 8:30 ഞങ്ങളുടെ ഡിന്നർ. ഈവനിങ് ടീ സെർവ് ചെയ്യാൻ വന്നപ്പോൾ ഡിന്നറിൻ്റെ മെനു അവർ കളക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചപ്പാത്തി, കുറുമക്കറി, എഗ് കറിയാണ് കഴിച്ചത്. വളരെ ടേസ്റ്റായിരുന്നു, നല്ല ഫുഡായിരുന്നു. അടുത്ത ദിവസം വളരെ നേരത്തെ എണീറ്റ് ബാൽക്കണിയിലിരുന്ന് ഇങ്ങനെ കോട വരുന്നതും പോകുന്നതും കണ്ട് വസു ഉറങ്ങുന്നതും അവൻ ഉറങ്ങുന്നതിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് അങ്ങനെ വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ വസു എണീറ്റതിന് ശേഷം ഞങ്ങൾ 3 പേരും കൂടെ ഫ്രഷായി നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയിലേക്ക് പോയി. നല്ല ആവി പാറുന്ന പുട്ടും കടലയും ഉപ്പുമാവും പുഴുങ്ങിയ മുട്ടയും ഏത്തപ്പഴവും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങളതിൽ ആവശ്യമുള്ള ഐറ്റംസ് മാത്രം കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്, വളരെ ടേസ്റ്റായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 3 പേരും കഴിച്ചു. നെക്സ്റ്റ് റൂമിലേക്ക് പോയി ഒരു ½ ആൻ അവർ റൂമിൽ സ്പെൻഡ് ചെയ്തിട്ട് നേരെ പൂളിലേക്ക് പോയി. വസുവിന് മതിയാവോളം പൂളിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം തിരിച്ച് റൂമിൽ വന്ന് ഫ്രഷായി സ്യൂട്ട് കേസ് എല്ലാം പാക്ക് ചെയ്ത് രാവിലെ 11 AM ചെക്കൗട്ട്. അപ്പം ആ ഒരു ടൈമിന് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സമ്മർ എസ്കേപ്പ് എന്ന് കറക്റ്റ് അങ്ങനെ തന്നെ പറയാം. ഭയങ്കര മിസ്റ്റി ആയിരുന്നു ആ ഏരിയ. ആ ഒരു ചൂടൊന്നും അറിയാനേ ഇല്ല. ഞാനും ചേട്ടനും വസും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ലൊക്കേഷൻ ഹെയിൽ വാഗമൺ എന്നാണ്. ജസ്റ്റ് ഗൂഗിളിൽ റിവ്യൂസ് നോക്കിയാൽ തന്നെ ഈ ഒരു ഏരിയ എന്തുമാത്രം നല്ലതാണെന്ന് മനസ്സിലാവും. ലൊക്കേഷനെ പറ്റി റേറ്റ്സിനെ പറ്റിയുമെല്ലാം മോർ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.